സ്റ്റിച്ചിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു പെറ്റിക്കോട്ട് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് ഉള്ളതാണ്. പെറ്റിക്കോട്ട് എങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ പലർക്കും ചിലർക്ക് തയ്ക്കാൻ അത്യാവശ്യം തയ്ക്കാനൊക്കെ അറിയാവുന്നവരായിരിക്കും. അപ്പോൾ അതിൻ്റെ അളവെടുക്കുന്നതൊക്കെ ചിലപ്പോൾ അറിയില്ലായിരിക്കാം. അതെങ്ങനെയാണ് അത് അളവെടുത്ത് അത് ഇത് കട്ട് ചെയ്തെടുക്കുന്നതെന്നുള്ളത് കാണിച്ചിട്ട്. അപ്പം ഇതിപ്പം എൻ്റെ മോളുടെ അളവാണ്. ഒരു 12-13 വയസ്സുള്ള ഒരു പെൺകുട്ടികൾക്ക് ഒക്കെ തയ്ക്കുന്ന ഒരു പെറ്റിക്കോട്ടിൻ്റെ ഒരു അളവാണ് കാണിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ്, നമ്മുടെ തുണി ഉണ്ടെങ്കിലും പറ്റും 1.5 മീറ്റർ തുണി എടുക്കുക. ഇതിങ്ങനെ നേരെ നടുക്ക് ഇങ്ങനെ രണ്ടായിട്ട് മടക്കുക. രണ്ടായിട്ട് മടക്കിയതിന് ശേഷം അതിൽ നമുക്കൊരു നമ്മുടെ ഒരു വേസ്റ്റ് അളവ് വരെ നമുക്ക് ഒരു ബോഡി പാർട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നേരെ നടുക്ക് മടക്കുക. അതിന് ഒന്നുകൂടെ മടക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ മനസ്സിലായല്ലോ. നേരെ രണ്ടായിട്ട് മടക്കുക, അതിനെ ഒന്നുകൂടെ മടക്കുക. ആ മടക്കുന്ന അളവ് എത്രയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് ഒരു ഇവിടെ നിന്ന് 14 ഇഞ്ചാണ് ബോഡി അളവ് വേണ്ടതെങ്കിൽ ഒരു 15 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ഇട്ട് ഒരു 15 ഇഞ്ചാക്കി ഇതിങ്ങനെ മടക്കിയിടുക. അത് എളുപ്പം മനസ്സിലാക്കാനാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ കൊച്ചുകുട്ടികൾക്കൊക്കെ അതിൻ്റെ ബോഡിയുടെ ഇറക്കം അനുസരിച്ച് എത്രയാണോ ഇറക്കം അതിൻ്റെ 1 ഇഞ്ച് കൂടെ കൂട്ടി ഇതിങ്ങനെ മടക്കിയിടുക. ഒരു 15 ഇഞ്ചാണ്, 14 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ ഒരു തയ്യൽ തുമ്പ് 1 ഇഞ്ചും കൂടെ ഇട്ട് 15 ഇഞ്ച് ഇങ്ങനെ ഇടുക. 14, അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ ഇട്ട് പതിനഞ്ച് ഇഞ്ച് 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് 15 ഇഞ്ച് മടക്കിയിടുക. അപ്പോൾ ഇങ്ങനെ 15 ഇഞ്ച് 1 ഇഞ്ച് 14 ഇഞ്ച് ബോഡി ഇറക്കം വേണ്ടതിൽ ഒരു 14ൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 15 ഇഞ്ച് മടക്കിയിടുക. അതിനുശേഷം നമുക്ക് എടുക്കേണ്ടത് നമുക്ക് കഴുത്തിൻ്റെ നമ്മളെ അകലമാണ്. ഇവിടുന്ന് നമുക്ക് കഴുത്ത് എത്ര അകലം വേണം എന്നുള്ളതാണ്. അപ്പം ഇപ്പം 3 ഇഞ്ച് അകലം എടുക്കുകയാണെങ്കിൽ ഒരു മടക്കി ഇത് തയ്ച്ച് വരുമ്പോൾ കുറച്ചുകൂടെ കൂടി ഒരു 3.5 ഇഞ്ചാണ്. അപ്പം ഇപ്പോൾ ഇത് ഏകദേശം ഒരു 12-13 വയസ്സിൽ ഇച്ചിരി വണ്ണമൊക്കെയുള്ള കുട്ടികൾക്കാണെങ്കിൽ 3 ഇഞ്ച് അകലം എടുക്കാം. ഇല്ലെങ്കിൽ 2.5 ഇഞ്ച് എടുത്താലും മതി. ഇപ്പം ഞാൻ 3 ഇഞ്ച് അളവെടുത്താണ് കാണിക്കുന്നത്. 3 ഇഞ്ച് കഴുത്തിൻ്റെ അകലം എടുക്കുക. കഴുത്തിൻ്റെ അകലം അവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം അവിടുന്ന് താഴേക്ക് നമുക്ക് എത്രയാണോ ഇറക്കം, ഇപ്പം നമ്മൾ പെറ്റിക്കോട്ട് നമ്മൾ അടിയിലിടുന്ന ഡ്രസ്സ്, നമ്മൾ നോർമലി ഇടുന്ന ഡ്രസ്സിൻ്റെ അടിയിലിടുന്ന ഡ്രസ്സ് ആയതുകൊണ്ട് കുറച്ചുകൂടെ ഇതിനൊക്കെ ഇറക്കാം. ഇപ്പോൾ ഒരു 5 ഇഞ്ച് ഒരു 6 ഇഞ്ച് ഇറക്കം എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു 6 ഇഞ്ച് നമ്മൾ താഴോട്ട് അടയാളപ്പെടുത്തുക. അത് നേരെ ഇങ്ങനെ ഒന്ന് വരയ്ക്കുക. അത് 6 ഇഞ്ച് ഇവിടുന്ന് 3 ഇഞ്ച് കണ്ടോ, 3 ഇഞ്ച് അകലം വന്ന് എന്നിട്ട് നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തുക. ചിലർക്ക് ഇപ്പോൾ ഫ്രണ്ട് പോർഷനും ബായ്ക്കഴുത്തും ഒരേ അളവ് തന്നെ പെറ്റിക്കോട്ട് ആയതുകൊണ്ട് മതിയായിരിക്കാം. ഇനി ബായ്ക്കിൻ്റെ അളവ് വേറെ അളവ്. ഇപ്പോൾ ഇങ്ങനെ ഇതുപോലെ നമുക്ക് ഫ്രോക്കൊക്കെ തയ്ക്കണമെന്നുണ്ടെങ്കിലും അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു 3 ഇഞ്ച് അകലം എടുക്കുക. 3 ഇഞ്ച് അകലം കഴുത്തിൻ്റെ അകലം എടുക്കുക. താഴോട്ട് ഇറക്കം ഒരു 6 ഇഞ്ച് എടുക്കുക. അതിങ്ങനെ നമ്മൾ 3 ഇഞ്ച് ഇതിങ്ങനെ ഒരു ബോക്സ് പോലെ ആക്കുക. ഇത് പെറ്റിക്കോട്ട് ആയതുകൊണ്ട് ചിലപ്പോൾ ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും ഒരുപോലെ ഇരുന്നാലും മതി. ഇനി അല്ല ഇറക്കം പിന്നെ ബാക്ക് കഴുത്തിന് ഇപ്പോൾ ഇറക്കം കുറവ് മതി എന്നുണ്ടെങ്കിൽ ഒരു 4 ഇഞ്ചോ 5 ഇഞ്ചോ ഒക്കെ അടയാളപ്പെടുത്തിയിട്ട് അത് ഇങ്ങനെ ഇതുപോലെ തന്നെ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട്
അടയാളപ്പെടുത്തി ഇങ്ങനെ വരച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ കാണിക്കുന്നത് ഇപ്പം ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും ഒരേ അളവ് 6 ഇഞ്ച് തന്നെ ഉള്ളതാണ് കാണിക്കുന്നത്. അപ്പം ഇതിങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ ഒരു ബോക്സ് പോലെ ആക്കിയിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. റൗണ്ട് കഴുത്ത് വെച്ചു. ഇനി നമുക്ക് വേണ്ടത് ഷോൾഡറാണ്. ഷോൾഡർ ഒരു 4 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത്. 4 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തി. അപ്പോൾ ഓരോരുത്തരുടെ അളവ് അനുസരിച്ച് ഷോൾഡർ അടയാളപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ആം ഹോള്, അതായത് കൈക്കുഴി താഴോട്ട് 6 ഇഞ്ച് അടയാളപ്പെടുത്തുക. നേരെ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. അത് ഒരു 36 ചെസ്റ്റ് അളവാണെന്നുണ്ടെങ്കിൽ 36നെ 4ആയിട്ട് ഭാഗിച്ച് എത്രയാണോ അത് എടുക്കാം. 9 ഇഞ്ച് എടുക്കും. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി 10 ഇഞ്ച് അടയാളപ്പെടുത്തുക. അത് തയ്യൽ തുമ്പാണ്. 1 ഇഞ്ച് കൂട്ടി അടയാളപ്പെടുത്തുക. ഇങ്ങനെ അടയാളപ്പെടുത്തുക. അത് 1 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഇങ്ങനെ ഈ കൈക്കുഴി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അവിടെ നിന്ന് താഴെ ഇത് 10 ഇഞ്ച് ആണ് നമ്മളിവിടെ അടയാളപ്പെടുത്തിയതെങ്കിൽ വേസ്റ്റ് വരുമ്പോൾ വേസ്റ്റ് വണ്ണം നമ്മളതിൽ 1 ഇഞ്ച് കുറച്ച് നമ്മൾ 9 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുക. 9 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനെ നമ്മൾ ഇങ്ങനൊന്ന് വരച്ച് ഷേപ്പിൽ ഇങ്ങനെ താഴേക്ക് അങ്ങനെ വരച്ചു കൊടുക്കാം. ഇഞ്ച് വരച്ചു. അപ്പം ഇത് ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം ഒന്ന് എടുക്കുക, ഇത് 2ആയിട്ട് മടക്കിയിടുക. അതിന് ഒന്നുകൂടെ 14 ഇഞ്ച് ബോഡി ഇറക്കം വേണ്ട ഒരാൾക്ക് 14 1 ഇഞ്ച് കൂടെ കൂട്ടി 15 ഇഞ്ച് ഇങ്ങനെ താഴേക്ക് മടക്കിയിടുക. പിന്നെ നമ്മൾ ഈ ഓപ്പൺ ഇല്ലാത്ത വശം ഇവിടാണ് നമ്മുടെ നേരെ വരേണ്ടത്. അത് പ്രത്യേകം ഓർത്തോണം. ഇത് ഇപ്പുറത്തെ ഓപ്പൺ വശം അപ്പുറത്തെ സൈഡിലേക്ക് നമ്മുടെ നേരെ വരേണ്ടത് ഈ ഓപ്പൺ ഇല്ലാത്ത ഈ വശമാണ്, മടക്ക് വശമാണ് നമ്മുടെ നേരെ വരേണ്ടത്. അപ്പം 3 ഇഞ്ച് കഴുത്തകലം എടുക്കുക. 6 ഇഞ്ച് താഴേക്ക് കഴുത്തിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തുക. അത് ജോയിൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ടൊരു ബോക്സ് പോലെ നമ്മൾ ആ 3 കഴുത്തകലം എടുത്ത് അത് നമ്മളിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ നമ്മൾ ആക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഷോൾഡർ 4 ഇഞ്ച് അടയാളപ്പെടുത്തും. അവിടുന്ന് ആം ഹോള് കൈക്കുഴി താഴേക്ക് 6 ഇഞ്ചാണ്. 6 ഇഞ്ച് കൈക്കുഴി അവിടുന്ന് അടയാളപ്പെടുത്തുക. ഇവിടുന്ന് ചെസ്റ്റ് അളവ് നമ്മൾ 36 ചെസ്റ്റ് അളവാണെങ്കിൽ അതിൻ്റെ 4/1 9, അതിൻ്റെ കൂടെ 1 തയ്യൽ തുമ്പ് കൂട്ടി 10 ഇഞ്ച് അടയാളപ്പെടുത്തുക. അത് അടയാളപ്പെടുത്തി നമ്മൾ ഇവിടുന്ന് 1 ഇഞ്ച് നമ്മളിങ്ങോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ കൈക്കുഴി ഇങ്ങനെ വരച്ച് ഇങ്ങനെ ഷേപ്പിൽ വരച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ വേസ്റ്റ് അളവ് വന്നിട്ട് ഇവിടെ ചെസ്റ്റ് അളവിൽ നിന്നും 1 ഇഞ്ച് കുറച്ച് 9 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇത്രയും മനസ്സിലായെന്ന് നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ബാക്കി താഴേക്ക് സ്കേർട്ട് തയ്ക്കുന്നത് നമുക്കെടുക്കാം. ഇപ്പോൾ ഇത് ഇങ്ങനെയാണല്ലോ നമ്മുടെ ഈ തുണി മടക്കിയിട്ടിരിക്കുന്നത്. അത് നേരെ എടുത്തിട്ട് അത് നേരെ നമ്മുടെ വീതിയിൽ ഇങ്ങനെ എടുക്കുക. കുറച്ച് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടതുകൊണ്ടാണ്.
പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണമല്ലോ, നമുക്ക് കുറച്ച് രീതിയിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണമല്ലോ, അതുകൊണ്ടാണ്. ഇപ്പം എനിക്ക് ഇങ്ങോട്ട് 21 ഇറക്കം വേണം. മൊത്തം എനിക്ക് 35 ഇറക്കം വേണ്ടത്. അപ്പം 14 ഇഞ്ച് നമ്മൾ ബോഡിയിൽ വെട്ടി വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ബാക്കിയാണ്. അപ്പം ബാക്കി വരുമ്പോൾ ഒരു 21 ഇഞ്ച് താഴോട്ട് ഇറക്കം വേണം. അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ഇടാം, കാരണം മടക്കി അടിക്കേണ്ടതാണല്ലോ. അപ്പം തയ്യൽ തുമ്പ് കൂടെയൊക്കെ നമുക്കിതിങ്ങനെ കൊടുക്കാം. എടുത്ത് ഇത് നമുക്ക് രണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇതിൻ്റെ 18 ഇഞ്ചാണ് ഇത്. നമുക്കിവിടെ വേസ്റ്റ് എത്രയാണെന്ന് നോക്കാം. ഈ 18 ഇഞ്ച്, 18ൻ്റെ ഇരട്ടി 36 ആണ് ഇങ്ങോട്ട് വേണ്ടത്. ആ 36 ഇഞ്ചിലാണ് നമ്മൾ തുണി മടക്കിയിട്ട് നമ്മൾ ഇറക്കം നമുക്ക് എനിക്ക് 22. അപ്പോൾ അങ്ങോട്ട് 36 വേണം. അത് നമ്മളിങ്ങനെ മടക്കി നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ 2 പീസായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. 36 ഇങ്ങനെ 2 പീസ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പെറ്റിക്കോട്ടിനെ കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണെന്നുള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമുള്ളവർക്ക് ചോദിക്കാം. ഈ അളവുകൾക്ക് എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഇത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.